ഒരു മാധ്യമ വിചാരണ സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫേസ് ചെയ്തൊരു കേസാണ് റിയാസ് മൗലവി കേസ്. കൂടുതൽ ചരിത്രത്തിലേക്ക് കടക്കണില്ല. നിങ്ങൾക്കറിയാം, അതായത് കാസർഗോഡ് കലാപങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിലൊരു അവസാനം വരുത്തണം എന്ന നിലയിൽ കമ്മിറ്റിക്കാർ, അതായത് പള്ളി കമ്മിറ്റിയുടെ ആളുകൾ അനേകം വക്കീലന്മാരെ സമീപിച്ചു. അവസാനമാണ് എൻ്റെ ഗുരുനാഥൻ അഡ്വക്കേറ്റ് എം അശോകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയോഗിച്ചു. സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കണമെന്ന പോലീസിൻ്റെ ആവശ്യകത. ആ സമയബന്ധിത കുറ്റപത്രത്തിൽ കേസ് ഡയറി കൈമാറി. ഞാൻ സീനിയറോടൊപ്പം കേസ് പഠിച്ചു. സ്വാഭാവികമായിട്ടും കേസിൻ്റെ, അതായത് ഏത് ചാർജ് ഷീറ്റ് വരുമ്പോഴും പോലീസ് കാണാത്ത കുറേ കാര്യങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ കണ്ടിരിക്കും. അത്തരം തെളിവുകളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എസ് പിയുമായിട്ട് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് നടത്തി. ആ സമയത്ത് മിസ്റ്റർ കുഞ്ഞി ഉണ്ടായിരുന്നു, ഷുക്കൂർ വക്കീൽ ഉണ്ടായിരുന്നു, കമ്മിറ്റിയുടെ മറ്റ് അബ്ബാസ്, ഇംതിയാസ്, മറ്റ് ഭാരവാഹികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ 2019 ഈ കേസിൻ്റെ ട്രയൽ നടത്തി വിചാരണ ആരംഭിച്ചു. വിചാരണ ആരംഭിച്ചപ്പോൾ ആദ്യം ഫേസ് ചെയ്ത ചലഞ്ച്, വിചാരണ നടത്തിയ ആദ്യത്തെ ജഡ്ജിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു തരത്തിലും മനസ്സിലാവാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ലോയറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ട്രയൽ നടന്നുകൊണ്ടിരുന്നു. ആ ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ ആരോപണങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആ ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കേസിൽ അനേകം അഡീഷണൽ സാക്ഷികൾ, ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ, അനേകം അഡീഷണൽ സാക്ഷികളെ ഞാൻ തന്നെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. അതിനുദാഹരണമാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ ജീവൻ ജോർജ്, അതുപോലെ തന്നെ കേരള അഡീഷണൽ സെക്രട്ടറി സിംജി, DNA ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീമതി ശ്രീവിദ്യ, ബയോളജിസ്റ്റ് ശ്രീമതി സുജ. രാഹിലെ വിളിച്ചപ്പോൾ അവർ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അതുപോലെ അനേകം RTOമാർ, അതായത് നമ്മുടെ പ്രധാനപ്പെട്ട സാക്ഷി ഹമീദിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സാക്ഷികൾ. അതുപോലെ തന്നെ രണ്ടാം പ്രതിയുടെ അമ്മയുടെ പേരിൽ രണ്ടാം പ്രതിയുടെ കയ്യിൽ നിന്നും പിടിച്ച ഫോണായതുകൊണ്ട് ആ സമയത്ത് തന്നെ ഇത് രണ്ടാം പ്രതിയുടെ അമ്മയുടെ ഫോണാണെന്നുള്ളൊരു കണ്ടൻഷൻ വന്നാലോ എന്ന് കരുതി രണ്ടാം പ്രതിയുടെ അമ്മയ്ക്ക് വേറെ ഫോണുണ്ടെന്ന് കാണിക്കാനുള്ള രണ്ടാം പ്രതിയുടെ അമ്മയുടെ ഫോൺ ഡീറ്റെയിൽസ്, അച്ഛൻ്റെ എല്ലാം, അങ്ങനെ അനേകം അഡീഷണൽ സാക്ഷികളെ കൊണ്ടുവന്നു കോടതി മുമ്പാകെ വിസ്തരിച്ചു. ഈ കേസ് വളരെ സ്ട്രോങ് തെളിവുകളുള്ള ഒരു കേസാക്കി മാറ്റി. കാരണം യഥാർത്ഥത്തിൽ ഞാൻ കോഴിക്കോട് ലോയറാണെങ്കിലും ഞാനൊരു കാസർഗോഡുകാരനായി മാറിയ ഒരു കേസാണ്. കാരണം 2019 വർഷം മുതൽ നിരന്തരം ട്രയലുകൾ, അതിനിടയ്ക്ക് ജഡ്ജസ് മാറുന്നു, കോവിഡ് വരുന്നു, അങ്ങനെയൊക്കെ ആവുന്നു. എന്തോ ആയിക്കോട്ടെ, 100 സാക്ഷികളുടെ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചതിൽ അഡീഷണൽ സാക്ഷികളടക്കം 97 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാൻ രാഷ്ട്രീയം കലർത്തുന്നില്ല ഒരിക്കലും, കാരണം എനിക്ക് രാഷ്ട്രീയമില്ല, പക്ഷേ ഇപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ കഥ അറിയാതെ ആട്ടമാടുകയാണ്. എന്താണ് കാര്യമെന്നറിയാതെ വിധി പകർപ്പോ അല്ലെങ്കിൽ നോട്ട്സോ കാണാതെ ആട്ടമാടുകയാണ്. അതിനുശേഷം ഈ കേസ് അതിലിടയ്ക്കൊന്നെടുത്ത് പറയുക, D. അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസർ ചാർജ് എടുത്തപ്പോൾ അദ്ദേഹം വളരെ ശുഷ്കാന്തിയോടുകൂടി ഇത് തീർക്കാൻ വേണ്ടി ഈ കേസിലെ 313 സ്റ്റേറ്റ്മെൻറ്റും മറ്റ് ഏറ്റവും വലിയ മൊഴിയായ DYSP PK സുധാകരൻ്റെ മൊഴിയും മറ്റ് ചില നോഡൽ ഓഫീസേഴ്സിൻ്റെ മൊഴിയും അയാൾ റെക്കോർഡ് ചെയ്തു. അതായത് ആ ജുഡീഷ്യൽ ഓഫീസർ റെക്കോർഡ് ചെയ്തു. അദ്ദേഹം ഇത് തീർക്കാനുള്ള തിരക്കിലായിരിക്കുമ്പോൾ ഏകദേശം വാദത്തിൻ്റെ സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് അദ്ദേഹം കൊല്ലത്തേക്ക് ട്രാൻസ്ഫറായി പോകുന്നു. അതിനുശേഷം വന്ന ജഡ്ജിൻ്റെ മുമ്പിൽ, നിങ്ങൾ അറിയുമോ എന്ന് എനിക്കറിയില്ല, ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഷുക്കൂർ വക്കീലിനറിയാം, മിസ്റ്റർ കുഞ്ഞിക്കറിയാം, കമ്മിറ്റിക്കാർക്കെല്ലാം അറിയാം. കൃഷ്ണകുമാർ സാറിൻ്റെ മുമ്പിൽ 40 ദിവസത്തിലധികം ഈ കേസ് ഞാൻ വാദം പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം മുമ്പ് വന്ന ജഡ്ജസ് റെക്കോർഡ് ചെയ്ത ഡിപ്പോസിഷൻ ആയതുകൊണ്ട് അദ്ദേഹം ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. അങ്ങനെ ഓരോ പോയിന്റിലും ക്ലാരിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് ഈ കേസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഏപ്രിൽ മാസം അവസാനം വന്നപ്പോൾ അവസാനത്തെ ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി എൻ്റെ സീനിയറുടെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് മെയ് 2 ഡേറ്റ് കൊടുത്തു. എന്നാൽ മെയ് 2 സാർ ഇല്ലാത്തത് കൊണ്ട് അത് മെയ് 15 കൃഷ്ണകുമാർ സാർ പോസ്റ്റ് ചെയ്തു. ആ സമയത്താണ് മെയ് 1
ആകസ്മികമായി എൻ്റെ സീനിയർ മരണപ്പെടുന്നത്. അതിനുശേഷം കൃഷ്ണകുമാർ സാറും ട്രാൻസ്ഫറായിപ്പോയി. 8ാമത്തെ ജഡ്ജാണ് ഇപ്പം ഈ വിധി പറഞ്ഞ ന്യായാധിപൻ. ഈ കേസിൽ എനിക്കറിയാം, ഒരു കേസിൻ്റെ മെറിറ്റ് കംപ്ലീറ്റും മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ പാടില്ല എന്നുള്ളൊരു പോളിസിക്കാരനാണ് ഞാൻ. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ മെറിറ്റ്, എൻ്റെ ലൈഫിൽ എനിക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ട്രയൽ ലോ ആയിരുന്നല്ലോ ആൾക്ക്. അതിലിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ മെറിറ്റ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയണത്. കാരണം എല്ലാവർക്കും ഒരു ചോദ്യം, അതായത് ഞാനും വളരെ പ്രതീക്ഷയോടുകൂടി കാസർഗോഡ്, അതായത് ഹൈദരാബാദിൽ നിന്ന് SP ഡോക്ടർ ശ്രീനിവാസൻ സാർ അവിടെ നിന്നും ലീവ് എടുത്ത് അദ്ദേഹം ഫ്ലൈറ്റ് കയറി വരുന്നു. മറ്റെല്ലാ ഓഫീസർമാരും, കാരണം ഒന്നുമല്ല, കാരണം 2017 ശേഷം കാസർഗോഡ് ഈ ഒരു നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ജുഡീഷ്യറിക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇടപെടലും കൊണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ എത്രയോ പ്രാവശ്യം ജില്ലാ കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും തള്ളിയത് കേസിൻ്റെ ഗൗരവവും കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു തെളിവില്ലാത്ത കേസിലാണെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, 7 വർഷക്കാലവും ഒരു പ്രതികളെയും ജയിലിൽ കിടത്തുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോവിഡ് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കോവിഡ് കാലത്ത് ഏകദേശം എല്ലാ പ്രതികൾക്കും ജാമ്യവും പരോളും അനുവദിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കേസിലൊരു ജാമ്യാപേക്ഷ വന്നപ്പോൾ അതിലും കോവിഡ് സമയത്ത് ഓൺലൈനിലൂടെ ഞാൻ ആ ബെയിൽ ഓപ്പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തു. ജുഡീഷ്യറി അത് ആക്സെപ്റ്റ് ചെയ്തു, ജാമ്യാപേക്ഷ അതും തള്ളി. ഇനി കേസിലേക്ക് വരികയാണെങ്കിൽ 30/3 രാവിലെ ഞാനും കോടതിയിലെത്തുന്നത് ക്വസ്റ്റ്യൻ ഓഫ് സെൻറ്റൻസിൽ 3 പ്രതികൾക്കും, എനിക്കൊരു കമ്മിറ്റിക്കാർക്ക് ഒരുപക്ഷെ സംശയം വന്നിരിക്കാം 3-ാം പ്രതി ചിലപ്പം പുറത്തു പോകുമെന്ന്. പക്ഷേ ഷാജിത്ത് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് അതിലൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. അതിന് ക്വസ്റ്റ്യൻ ഓഫ് സെൻറ്റൻസിൽ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂളിംഗ് അടക്കം മാർക്ക് ചെയ്തിട്ട് ആ മാർക്കറും റൂളിങ്ങുമായിട്ടാണ് ഞാൻ കോടതിയിൽ. അതിനു മുമ്പേ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോയെന്ന്. ഇതാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ച നോട്ട്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഈ നോട്ട്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സിൽ എനിക്ക് പരിചയമില്ല അദ്ദേഹത്തിന്. ഞാൻ രാഷ്ട്രീയം ഞാൻ ഒന്നുകൂടി പറയാം, റിപ്പീറ്റ്, രാഷ്ട്രീയം പറയുന്നതല്ല, കാരണം എനിക്ക് രാഷ്ട്രീയമില്ല. മുൻ DGP അദ്ദേഹം ആസഫ് അലി, അദ്ദേഹത്തിൻ്റെ പേര് ആസഫ് അലി, ടി ആസഫ് അലി, അദ്ദേഹം പറഞ്ഞു അത്രേ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒരു ആർഗ്യുമെൻറ്റ് നോട്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്, പേജ് നമ്പർ 101 നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു കുറ്റവും നിൽക്കില്ല, തെളിവുകളുടെ അഭാവമുണ്ട്, അല്ലെങ്കിൽ തെളിവുകൾ പോരാ എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമില്ല. അദ്ദേഹം DGP ആയി കേരള ഹൈക്കോടതിയിൽ ഇരുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ തികച്ചും ദൗർഭാഗ്യകരം. കാരണം അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരുന്ന് റിട്ടയർ ചെയ്ത ഒരാൾ, ഒരു രാഷ്ട്രീയക്കാരുടെ ചട്ടുകത്തിൻ്റെ പേര്, നേരത്തെ ഞാൻ പറഞ്ഞാൽ കഥ അറിയാതെ നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. ഇതാ പേജ് നമ്പർ 101. ഈ പേജ് നമ്പർ 101 ഞാൻ ഇത്തരമൊരു കാര്യം എവിടെയാണ് പ്രതിപാദിച്ചത് എന്ന് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ പേജ് നമ്പർ 101 ഇതിൻ്റെ മുഴുവൻ പിക്ചേഴ്സും നിങ്ങൾക്കെടുത്തിട്ട് മാധ്യമങ്ങളിൽ, അതായത് സർവ്വ മീഡിയയിലും പബ്ലിഷ് ചെയ്യാം. കാരണം ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി നമുക്ക് കോടതിയിൽ നിന്നും കിട്ടും. പേജ് നമ്പർ 101 അയാൾ ഏകദേശം ഈ പറഞ്ഞ മുൻ DGP മിസ്റ്റർ ആസഫ് അലി പറഞ്ഞിരിക്കുന്നത് 101-ാമത്തെ പേജിൽ ഇതിൻ്റെ പ്രോസിക്യൂട്ടർ തന്നെ ഈ കേസ് അത്ര തെളിവുകളില്ലാത്ത കേസാണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്, എന്ത് വിഡ്ഢിത്തമാണ് ചെയ്തത് എന്നാണ് വിളിച്ച് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളോട് തന്നെ ഒരു മനുഷ്യ ആസിഫിനറിയാം, ഏഷ്യാനെറ്റിൻ്റെ ചാനലിലാണ് അയാൾ വന്ന് സംസാരിച്ചത് ഇന്നലെ. നോക്കൂ നിങ്ങൾ, ഈ പേജ് നമ്പർ 101 നിങ്ങൾക്ക് ആർക്കും നോക്കാം. പേജ് നമ്പർ 101 ഞാൻ 2 സുപ്രീം കോടതിയുടെ വിധി പകർപ്പുകളാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 101 അല്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ് നോട്ട്സിൽ എവിടെയോ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർഗ്യുമെന്റ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ റെക്കോർഡിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഈ പേജ് നമ്പർ 101 ഞാൻ എവിടെയും, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എവിടെയും ഈ കേസിൻ്റെ ആസഫ് അലി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. ഇനി അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മക്കോ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ട് ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ആർഗ്യുമെന്റ് നോട്ട്സ് വായിച്ചതായിരിക്കാം എന്ന് മാത്രമേ എനിക്കതിനെപ്പറ്റി പറയാനുള്ളൂ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. പേജ് നമ്പർ 101 ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ സമ്മതപ്രകാരം പേര നമ്പർ 114. ഞാൻ ഒന്ന് വായിച്ചോട്ടെ, ഇത് മാത്രം.
Now, the next question is whether the prosecution is bound to prove motive beyond reasonable doubt. അതായത് ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ തൃപ്തിക്ക് വേണ്ടി അടുത്ത ചോദ്യം, പ്രോസിക്യൂഷൻ മോട്ടീവ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥരാണോ? ഇറ്റ് ഈസ് റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റഡ് ദാറ്റ് prosecution is only bound to prove that there is some enmity on the part of the accused towards Muslim. അതായത് ഒരു ക്രിമിനൽ കേസിൽ മോട്ടീവ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യകത 100% ഉണ്ടോ? പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എനിമിറ്റി പ്രൂവ് ചെയ്താൽ മതിയോ? ഇറ്റ് ഈസ് ജനറലി an impossible task for the prosecution to prove what precisely would have impelled the murderer to kill a particular person. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രതിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിരിക്കുന്ന മോട്ടീവ് പുറത്തു കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് ജനറലി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കാര്യം പ്രതിയോട് ചോദിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി കഴിഞ്ഞാലും ഇത് തെളിവിൽ സ്വീകരിക്കത്തക്കതല്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥനോട് പ്രതി പറയുന്നത് 27 റിക്കവറി ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും അഡ്മിസിബിൾ അല്ല. The prosecution is not bound the same beyond reasonable doubt. At this juncture, the following ruling is relevant. ഈ അവസരത്തിൽ താഴെ പറയുന്ന സുപ്രീം കോടതിയുടെ റൂളിംഗ് റെലവൻ്റ് ആണ്. ഇതാണ് ഞാൻ എഴുതിയത്. ഇതിന് പകരം അതായത് റിയാസ് മൗലവി കേസിൽ രാഷ്ട്രീയം കലർത്തുന്നതിന് വേണ്ടി എൻ്റെ ദൗർഭാഗ്യവശാൽ ഈ കേസിൻ്റെ വിധി പറഞ്ഞത് ഇലക്ഷൻ്റെ സമയത്തായതിനാൽ കഥ അറിയാതെ ആട്ടമാടുകയാണ് മുൻ DGP ആസഫ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതെന്തോ ആവട്ടെ. ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. ഒന്ന്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും അന്വേഷണ ഏജൻസി ഒരു ഫോണ് കണ്ടെടുത്തിരുന്നു, സിം കാർഡുകൾ കണ്ടെടുത്തിരുന്നു, കാർഡ് റീഡർ കണ്ടെടുത്തിരുന്നു, അതല്ലേ മെമ്മറി കാർഡ്. അതെന്തുകൊണ്ട് അന്വേഷണ ഏജൻസി വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചില്ല? ഈ മൊബൈൽ ഫോണോ അതുപോലെ തന്നെ സിം കാർഡോ അന്വേഷണ ഏജൻസി അയച്ചില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ അതുകൊണ്ടൊരു കേസ് വെറുതെ വിടണം. 2, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ കേസിനെ വിമർശിക്കുന്ന രാഷ്ട്രീയക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഡിഫൻസ് വക്കീലന്മാർ, അതായത് പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഭീകരവാദ ബന്ധമോ എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ വന്നിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യം ഡിഫൻസ് ചോദിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെ ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ ഞാൻ അവിടെയുണ്ട്. ആ സമയത്ത് എനിക്കത് അയക്കാൻ വേണമെങ്കിൽ ഡിഫൻസിന് അത് അയച്ചുകൂടെ? ഇക്കണക്കിന് ആ മൊബൈൽ ഫോണും അയച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു പക്ഷേ അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു ആൽബമുണ്ട്. ആ ആൽബത്തിൽ റിയാസ് മൗലവിയുടെ കൈക്കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്, അയാളുടെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്, 4-5 മറ്റാൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. അതിലേക്കൊക്കെ അന്വേഷണ ഏജൻസി പോകണോ? അതാണോ ക്രിമിനൽ? അങ്ങനെയാണെങ്കിൽ ഒരു കേസ്, ഇന്ത്യ രാജ്യത്തുള്ള ഒരു കേസ് നമുക്ക് അന്വേഷിച്ച് തീർക്കാൻ പറ്റുമോ? വാദം പറഞ്ഞ് തീർക്കാൻ പറ്റുമോ? നേരെ മറിച്ച് ഈ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ട് ആ മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കാതിരിക്കുകയും ആ മൊബൈൽ ഫോണിനെ കുറിച്ച് പ്രതിഭാഗത്തിനൊരു തർക്കവും ഉന്നയിച്ച് അത് ഡെവലപ്പ് ചെയ്തു വന്നാൽ മാത്രമേ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രാധാന്യം ഈ കേസിലുള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ വളരെ തുറന്നു പറയട്ടെ, ഇത് പ്രോസിക്യൂഷനും ഡിഫൻസിനും ഇല്ലാത്തൊരു കേസാണ് ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന പ്രോസിക്യൂഷനുമില്ല, ഡിഫൻസും ചോദിച്ചിട്ടില്ല ഒരു ചോദ്യം. കാരണം ഇത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അറിയാം. നിങ്ങൾക്കൊരു മൗലവി 8,000 രൂപക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് നമ്മളെ നാട്ടിൽ ജോലി ചെയ്യുന്നൊരു പാവം, അദ്ദേഹത്തിൻ്റെ സാലറി 8,000 രൂപയാണ്. അദ്ദേഹത്തിന് വരുന്ന ഭക്ഷണം പുറത്തു നിന്ന് വരുന്ന വീടുകളിൽ നിന്ന് വരുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൻ്റെ കൂടെ പുറത്തു നിന്നും അയാളെ സ്നേഹിക്കുന്ന ആളുകൾ കൊടുക്കുന്ന 1000 രൂപയുടെ നോക്കിയ ഫോൺ, 1-2 ചെറിയ സിം കാർഡുകൾ, ഇതൊക്കെ അന്വേഷണത്തിന് അതായത് അന്വേഷണ ഏജൻസി അയച്ചില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഈ കാര്യം കൊണ്ടൊരു ഒരു വലിയ ക്രിമിനൽ കേസ്, അനേകം തെളിവുകളുള്ള ഒരു ക്രിമിനൽ കേസ് വെറുതെ വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോൺ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റ് തെളിവുകൾ, അതായത് ഈ കേസിൽ
1 മുതൽ 3 വരെ പ്രതികൾക്കെതിരെ അവൈലബിളായ തെളിവുകൾ എന്താണ്, അതായത് തൻ്റെ മുമ്പിലുള്ള തെളിവുകൾ എന്താണ് എന്നാണ് ഒരു ന്യായാധിപൻ പരിശോധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാം, അതായത് നിങ്ങളും എനിക്ക് അധികം സമയം തരില്ല എന്നറിയാം. റിയാസ് മൗലവിയുടെ ശരീരത്തിലുണ്ടായിരുന്ന, അതായത് ബ്ലഡ്, ചോര, 1-ാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിലും 1-ാം പ്രതി എടുത്തു കൊടുത്ത ഡ്രസ്സിലും ഉണ്ട്. അത് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, ഗ്രൂപ്പിനുപരിയായിട്ട് DNA-യും പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട്. DNA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, DNA ആക്യുറേറ്റ് സയൻസ് ആണ്. ആക്യുറേറ്റ് സയൻസ് പറഞ്ഞാൽ കംപ്ലീറ്റ് സയൻസ് ആണ് DNA-യിൽ ചലഞ്ച് ചെയ്തിട്ട് DNA എക്സാമിനേഷൻ ക്രോസ് ചെയ്ത് ഡെമോളിഷ് ചെയ്യുന്നില്ലെങ്കിൽ DNA മാത്രം മതി കൺവിക്റ്റ് ചെയ്യാൻ, ശിക്ഷിക്കാൻ. ഇനി മറ്റൊരു പശ്ചാത്തലം, ഈ ഡ്രസ്സ് കണ്ടെടുക്കാൻ വേണ്ടി 1-ാം പ്രതിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ 1-ാം പ്രതിയുടെ വീട്ടിൻ്റെ തെക്ക് ഭാഗത്തുള്ള അയലിൽ ആറിയിട്ട നിലയിൽ ചോരയിൽ പുരണ്ട ഡ്രസ്സുകളായിരുന്നു ഈ 2 ഡ്രസ്സുകളും. അതിനെ 12ഉം 15ഉം സാക്ഷികൾ, അതും 2 ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ സാക്ഷികളാണ്, തഹസിൽദാർമാർ. 97-ാം സാക്ഷി PK സുധാകരനാണ് മാസ്റ്റർ തയ്യാറാക്കുന്നത്. വീടിൻ്റെ യാഥാസ്ഥ് കംപ്ലീറ്റ് മാസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും മാസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഡ്രസ്സ് തൻ്റെ ഡ്രസ്സല്ല എന്നുള്ളൊരു വാദം 1-ാം പ്രതി എടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ ഡ്രസ്സ് തൻ്റെ ഡ്രസ്സ് അല്ല എന്നുള്ളൊരു വാദം എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ അത് അയാളുടെ ഡ്രസ്സാണെന്ന് തീരുമാനിക്കപ്പെടണം എന്നാണ് നിയമം. അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, അല്ല, തെളിയിക്കപ്പെട്ട വസ്തുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ചാച്ചു ചോദിച്ചോട്ടെ, ഞാനിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഷാജിത്താണെന്ന് കാണിക്കാൻ എൻ്റെ ആധാർ കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ കാണിച്ചു കൊടുക്കണം, അവർ സംശയം ഉന്നയിച്ചാൽ മാത്രം അതായത് തെളിയിച്ചൊരു വസ്തുത വീണ്ടും തെളിയിക്കേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം വന്നത്. 1-ാം പ്രതിയുടെ DNA എന്തുകൊണ്ട് എടുത്തില്ല? വളരെ വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഈ കേസിൻ്റെ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിൻ്റെ സർക്കംസ്റ്റൻസസ് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു തുള്ളി ഉറങ്ങാൻ പറ്റാതെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഒരു ലോയർ അങ്ങനെ എടുക്കാൻ പാടില്ല. എന്നാലും കാരണം വിമർശനങ്ങൾക്കൊരു പരിധിയുണ്ട്. 1-ാം പ്രതിയുടെ DNA എന്തിനാണ് എടുക്കുന്നത്? അതിന് കണ്ടെത്തിയിരിക്കുന്നത് 1-ാം പ്രതിയുടെ DNA എടുത്തിരുന്നുവെങ്കിൽ ഈ ഡ്രസ്സ് 1-ാം പ്രതിയുടേതെന്ന് ഉറപ്പിക്കാമായിരുന്നു. അല്ല, അങ്ങനല്ല സുഹൃത്തുക്കളെ, 1-ാം പ്രതിയുടെ ഡ്രസ്സാണെന്ന് ഓൾറെഡി തെളിയിച്ച കഴിഞ്ഞ കാര്യമാണ്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് നശിപ്പിക്കണം. ഈ 1-ാം പ്രതിയുടെ മുണ്ട് 1-ാം പ്രതി ഉടുക്കുന്നതിന് മുമ്പേ 1-ാം പ്രതിയുടെ അച്ഛൻ ധരിച്ചിരുന്നുവെങ്കിൽ ആ DNA-യും കൂടി അതിലേക്ക് വന്നിട്ട് ഉള്ള തെളിവുകൾ നശിപ്പിച്ച് വേണമായിരുന്നു അന്വേഷണം നടത്താൻ. 27 റിക്കവറിയുടെ ആവശ്യമുണ്ടോ? പിന്നെ ഈ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അല്ലെങ്കിൽ ആസിഫിനോ, അല്ലെങ്കിൽ ഈ MSF-ന്റെ മറ്റൊരു നേതാവിനോ, അദ്ദേഹം എൻ്റെ സുഹൃത്ത് തന്നെയാണ്, ഫിറോസിന്, എന്താണ് 27 റിക്കവറി എന്നോ 27 റിക്കവറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നോ അറിയുമോ? 27 റിക്കവറി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, 27 റിക്കവറി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം, അതായത് ഒരു പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥനോട്, അതായത് കത്തി ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് റിക്കവറി പ്രൂവ് ചെയ്ത് പ്രതി അത് എടുത്തു കൊടുത്ത് സെയിൽ ചെയ്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിമിനൽ കോടതിയോട് പറയേണ്ടത് പ്രതിയാണ്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ക്രിമിനൽ കോടതിയോട് പറയേണ്ടത് പ്രതിയാണ്. ഇതെന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ 1-ാം പ്രതിയുടെ മുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ DNA-ക്ക് അയച്ചിട്ട് നശിപ്പിക്കണമായിരുന്നു. അങ്ങനെ DNA-ക്ക് വിഡിത്തം ചെയ്ത് അയച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കൃത്യത്തിൻ്റെ തലേ ദിവസം ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളല്ലേ, 1-ാം പ്രതിയുടെ അച്ഛൻ ഇത് ധരിച്ചിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വേർപ്പ മുണ്ടിൽ വന്നിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിൻ്റെ DNA-യും കലർന്നിരുന്നുവെങ്കിൽ ഈ കേസ് എന്നേക്കും കുഴിച്ചു മൂടണമായിരുന്നു. പറയുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? പറയുമ്പോൾ ഒരു അർത്ഥം വേണ്ടേ പറയുന്നതിന്?
നിയമപരമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ എടുക്കട്ടെ. രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, കാരണം ഒരു രാഷ്ട്രീയക്കാരൻ വക്കീലന്മാരായാലുള്ള ചില ഷുക്കൂറൊക്കിലൊന്നും വിചാരിക്കരുത്, ഷുക്കൂറൊക്കിൽ രാഷ്ട്രീയക്കാരനും വക്കീലും കൂടിയാണ്. പക്ഷേ നിയമം അറിയാതെ LLB മാത്രം എടുത്ത് ഒരു രാഷ്ട്രീയക്കാരൻ വക്കീലായിട്ട് രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, അതായത് അപ്പം ഈ കത്തിയിലുള്ളത് DNA ഉസ്താദിൻ്റെതാണെന്ന് വന്നു കഴിഞ്ഞാൽ, ഈ കത്തി ഉസ്താദിൻ്റെ ബ്ലഡാണെന്ന് വന്നു കഴിഞ്ഞാൽ, ഉസ്താദിൻ്റെ DNA ആണെന്ന് വന്നു കഴിഞ്ഞാൽ അതിനുത്തരം പറയേണ്ടത് ആരാ? ഉത്തരം പറയേണ്ടത് ഒന്നാം പ്രതിയാണ്. ഒന്നാം പ്രതി മിണ്ടുന്നില്ല. ഒന്നാം പ്രതിക്ക് പറയാനൊന്നുമില്ല. ഒന്നാം പ്രതിയുടെ വക്കീലന്മാർക്കും അതിലൊന്നും പറയാനില്ല, ഡ്രസ്സിനെ കുറിച്ചും പറയാനില്ല. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഞാൻ അതിനെ അതെ, ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കും. അതായത് ഞാൻ ഈ രാഷ്ട്രീയക്കാർ, അതായത് ഈ പറയുന്ന ആസഫ് അലി പറയുന്നത് പോലെയോ ഫിറോസ് പറയുന്നത് പോലെയോ വെറുതെ വിളിച്ച് പറയുന്നതല്ല. ഈ കാര്യം ഞാൻ വിസ്തരിച്ച് വെച്ചാൽ ഫിറോസിനും അറിയാം, ഒരു ലോയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഫിറോസിൻ്റെ രാഷ്ട്രീയം കളിക്കുകയാണ്, അത് പോട്ടെ, അയാൾ എൻ്റെ സുഹൃത്തുമാണ്, അതും പോട്ടെ. അതായത് ഈ കാര്യം വിധി നിങ്ങൾക്ക് ഓരോ സാക്ഷികളുടെ മൊഴികളും വായിച്ചാൽ അറിയാം. ഇതേ വാദമുഖങ്ങൾ തന്നെ, ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിലും വാദം പറയാം, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയണത്. 2, ഈ കേസിൽ മോട്ടീവ് പ്രൂവ് ചെയ്തിട്ടില്ല. ഇതാണ് അതായത് രണ്ടാമതായി ഉന്നയിക്കുന്ന ഒരു കാര്യം. മോട്ടീവ് പ്രൂവ് ചെയ്തിട്ടില്ല. ലുങ്കിയിലേക്ക് നമുക്ക് വരാം. മോട്ടീവ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഈ പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർക്കൊന്നും മോട്ടീവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരിക്കും പറയണമെങ്കിൽ അറിയില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, മോട്ടീവ് തെളിയിച്ചാൽ വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്. എന്നാൽ മോട്ടീവ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു ക്രിമിനൽ കേസും പോയി പോണില്ല. കാരണം മോട്ടീവ് എപ്പോഴും ആരുടെ മനസ്സിലാണ്? ചെയ്യുന്നവൻ്റെ മനസ്സിലാണ്, അവനേ പറയാൻ പറ്റുള്ളൂ. ഇനി അത് പോട്ടെ, നമ്മളെ കേസിൽ മോട്ടീവ് തെളിയിക്കപ്പെട്ടിട്ടില്ലേ? എന്തൊക്കെ മോട്ടീവ് ഉണ്ട്? 3 സെറ്റ് ഓഫ് മോട്ടീവ്, 3 സെറ്റ്സ് ഓഫ് മോട്ടീവ് ഉണ്ട് നമ്മുടെ കേസിൽ. ഒന്ന്, അതായത് 16/5/2016 തീയതി അസംബ്ലി ഇലക്ഷന് ഒന്നാം പ്രതി ബാപ്പുഗിരി 34ാമത്തെ ബൂത്ത്, സെൻസിറ്റീവ് ബൂത്താണത്രേ, അവിടെ വെച്ചിട്ട് ഒന്നാം പ്രതി ഒരു ഭാഗത്തും ഒരു പറ്റം മുസ്ലിം ചെറുപ്പക്കാർ മറ്റൊരു ഭാഗത്തും തമ്മിൽ അടി നടക്കുന്നു. ആ കേസിൽ അതായത് മുഹമ്മദ് വട്ടേക്കാട്, അതായിരുന്നു വ്യത്യാസ പേര്, മുഹമ്മദ് വട്ടേക്കാട്, അയാളടക്കം 4 സാക്ഷികളെ വിസ്തരിച്ചു. മുഹമ്മദ് വട്ടേക്കാട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുഹമ്മദ് വട്ടേക്കാടിൻ്റെ ക്രോസ് എക്സാമിനേഷനിൽ മുഹമ്മദ് വട്ടേക്കാട് ബൂത്ത് ഏജൻ്റ് അല്ല എന്നുള്ള ഒരു കേസ് പ്രതിഭാഗത്തിനില്ല. പ്രതിഭാഗത്തിന് അങ്ങനെ ഒരു കേസില്ല. എന്നാൽ അതായത് ഞാൻ കേട്ടു നിങ്ങളുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഫിറോസിൻ്റെ ഒരു അതായത് പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മുഹമ്മദ് വട്ടേക്കാട് ബൂത്ത് ഏജൻ്റ് ആണെന്നുള്ള രേഖ പോലീസ് കോടതിയിൽ ഹാജരാക്കാത്തത് വലിയ അബദ്ധമായില്ലേ? അവിടെയും ഞാൻ ചോദിക്കുന്നു, അഡ്മിറ്റഡ് ഫാക്ട്, അതായത് പ്രതിഭാഗം തർക്കിക്കാത്തതിന് ഒരു രേഖ കോടതിയിൽ കൊണ്ടുവരണമെന്നാണോ നിയമം? പ്രതിഭാഗം തർക്കിക്കാത്തൊരു രേഖ കോടതിയിൽ കൊണ്ടുവരേണ്ട ആവശ്യകതയില്ല. മുഹമ്മദ് വട്ടേക്കാടിൻ്റെ മൊഴി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ാം സാക്ഷിയാണ്. ആ മുഹമ്മദ് വട്ടേക്കാടിൻ്റെ മൊഴിയിൽ ഒരിക്കലും നിങ്ങളൊരു ബൂത്ത് ഏജൻ്റ് അല്ല എന്നുള്ള നിലക്കുള്ള ഒരു കണ്ടൻഷൻ ഡിഫൻസ് എടുക്കാത്ത കാലത്തോളം അദ്ദേഹം ബൂത്ത് ഏജൻ്റ് ആണെന്ന് കാണിക്കണം. മാത്രമല്ല നിങ്ങൾക്കൊക്കെ എന്നെ കാണും അറിയാം, കാരണം ഞാൻ പറഞ്ഞു ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. നിങ്ങൾക്കൊക്കെ അറിയാം 2016 ബൂത്ത് ഏജൻ്റുമാരായിട്ടുള്ള രേഖ ഷുക്കൂർ വക്കീലിന് അറിയായിരിക്കും അല്ലേ? അത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി അത് പോട്ടെ, ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. ആവശ്യമുണ്ടെങ്കിലല്ലേ, അതായത് തെളിവുകൾ നമുക്ക് അനേകം നിരത്താം, ആവശ്യമുള്ള കാര്യമല്ലേ പറയേണ്ടത്. ഇതാണ് പറയുന്നത് മോട്ടീവിനെ കുറിച്ചുള്ള ഒരു കാര്യം. രണ്ടാമത്തെ, ഈ കേസിൽ തന്നെ ആ ഇൻസിഡൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ കൂടെ തന്നെ 3 സാക്ഷികളെ വേറെ വിസ്തരിച്ചിട്ടുണ്ട്. അതിന് കോടതി പറയുന്നത് അതിന് FIR ഇല്ലെന്നാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി മാത്രമുള്ളൊരു കേസിൽ ഒരാൾ പരാതി കൊടുക്കുന്നില്ലെങ്കിൽ പോലീസിന് FIR ഇടാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പരിക്കുമില്ലാത്ത 323 വകുപ്പ് പ്രകാരം മാത്രമുള്ളൊരു കേസാണെങ്കിൽ അത് നോൺ കോഗ്നൈസബിൾ ഒഫൻസാണ്, പോലീസിന് FIR ഇടാനുള്ള അധികാരമില്ല. ആ FIR ഇല്ല എന്നും പറഞ്ഞാണ് അത് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്.
രണ്ടാമത്തെ കാര്യം, 32-ാം സാക്ഷിയെ പള്ളിയുടെ അടുത്ത് വെച്ചിട്ട് 1-2 പ്രതികൾ ആക്രമിക്കുന്നു, തലയ്ക്ക് മാരകമായ പരിക്ക് പറ്റുന്നു. ഈ പരിക്കിനെ കുറിച്ച് സർട്ടിഫിക്കറ്റുകളും ഇയാൾ ഉത്തരദേശം പത്രത്തിൽ കണ്ട് പിന്നീട് തിരിച്ചറിയുന്നു. ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കുന്നു. അതും കോടതി മുഖവിലക്കെടുക്കണില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവർ 1-2 പ്രതികൾ വന്ന് സ്കൂട്ടർ പോലീസ് ട്രേസ് ചെയ്തിട്ടില്ല എന്ന്. ഞാനും ചോദിക്കട്ടെ, 32-ാം സാക്ഷിക്ക് അടി കിട്ടിയ കേസിൻ്റെ വിചാരണയാണോ സെഷൻസ് കോടതിയിൽ നടക്കുന്നത്? അത് ആ കേസിലെ കാര്യമല്ലേ? മോട്ടീവ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല ആ സാക്ഷിയെ കൊണ്ടുവരുന്നത്. മൂന്നാമത്തത്, മേപ്പുകുരി വെച്ചിട്ടുള്ള ടൂർണമെൻറ്റിൽ, ഷട്ടിൽ ടൂർണമെൻറ്റിൽ അവിടെ വെച്ചിട്ട് ഈ കൃത്യം നടക്കുന്നതിൻ്റെ തലേന്ന് മിഡ് നൈറ്റിൽ 1-2 പ്രതികൾ അവിടെ എത്തുന്നു. മോട്ടോർ സൈക്കിളിൽ അവിടെ നിർത്തിയിട്ട മോട്ടോർ സൈക്കിൾ മോഷ്ടിക്കുന്നു. 1-2 പ്രതികൾ ആ മോട്ടോർ സൈക്കിളിൽ കത്തി കാണിച്ച് പോകുന്നു, തിരിച്ചു വരുന്നു, ബിയർ ബോട്ടിൽ എറിയുന്നു. അവിടെ നിന്നിരുന്ന 3-4 മുസ്ലിം ചെറുപ്പക്കാരുടെ മേൽ ഈ ബിയർ ബോട്ടിൽ വീഴുന്നു. അവർ തിരിച്ച് കല്ലെറിയുന്നു. ഇവർ പോയിട്ട് 2 പേരും ദുർഗപരമേശ്വരി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വീണ് പരിക്ക് പറ്റുന്നു. എപ്പം? 18-ാം തീയതി പുലർച്ചെ, അതായത് 19-ാം തീയതി 19-ാം തീയതി പുലർച്ചെ, 18-ാം തീയതി മിഡ് നൈറ്റ്. ഈ തെളിവ് പ്രൂവ് ചെയ്യാൻ, അതായത് ഈ തെളിവിലേക്ക് അവിടെ നിന്ന 2 മുസ്ലിം ചെറുപ്പക്കാരെയും അവിടത്തേക്ക് സംഭവം അറിഞ്ഞു വന്ന പോലീസുകാരനെയും മോഷണം നടത്തിയ ബൈക്കിൻ്റെ ഓണറേയും മോഷണം നടത്തിയ ബൈക്കിൻ്റെ ആ FIR-ഉം, അതിലേറ്റവും വലിയ രസം, ആ മോഷണ കേസിൽ കൊലപാതക കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൾ കുറ്റം സമ്മതിക്കുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇവരവിടെ പോയി തെറ്റ് നടത്തിയെന്ന് അഡ്മിറ്റ് ചെയ്യുന്നല്ലേ? ഞങ്ങളവിടെ പോയിരുന്നു, കളവ് നടത്തിയിരുന്നു, ബൈക്ക് എടുത്ത് പോയിരുന്നു, അഡ്മിറ്റ് ചെയ്യുന്നല്ലേ? കോമ്പൗണ്ടിങ് പെറ്റീഷൻ മാർക്ക് ചെയ്തു, FIR മാർക്ക് ചെയ്തു. ഈ തെളിവുകളൊക്കെ ഇത് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന തെളിവുകളാണ്. കാരണം പോലീസ് അതിൻ്റെ FIR മാത്രം എടുത്തപ്പം ഞാൻ അതിലും കൂടുതൽ സഞ്ചരിച്ചു, കോമ്പൗണ്ടിങ് പെറ്റീഷനിലേക്ക് പോയി, ആ കേസിൻ്റെ ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവിടെ അവർ കോമ്പൗണ്ടിങ് പെറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം ജീവിക്കുന്ന തെളിവുകളാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ പേരിൽ ഞാൻ കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടു. എന്നിട്ട് ആ കോപ്പി ആപ്ലിക്കേഷനിലെ FIR കൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കി, കോമ്പൗണ്ടിങ് പെറ്റീഷൻ. പ്രതികൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പ്രതികൾ സമ്മതിക്കുകയാണ്, തെറ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, മോട്ടോർ സൈക്കിൾ ഞങ്ങൾ. ഇതും പോരാഞ്ഞിട്ട് 19-ാം തീയതി കണ്ട പരിക്കുകൾ ഞാൻ പറഞ്ഞല്ല, 19-ാം തീയതി പുലർച്ചെ വീണ് പരിക്ക് പറ്റുന്നു. 23-ാം തീയതി പ്രതികളുടെ അറസ്റ്റിന് ശേഷം 24-ാം തീയതി മെഡിക്കൽ പരിശോധനയിൽ 1-2 പ്രതികളുടെ ശരീരത്തിൽ കണ്ട മുറിവുകൾ ഡോക്ടർ അഗസ്റ്റിൻ, അദ്ദേഹത്തിന് എന്താ താല്പര്യം? അദ്ദേഹം എവിടെയുള്ള ആളാണ്? ഇടുക്കിക്കാരനാണ് അദ്ദേഹം നോട്ട് ചെയ്യുന്നു, ഡോക്ടർ അഗസ്റ്റിൻ. അപ്പോൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ പരിക്ക് പറ്റിയെന്ന്? അപ്പോൾ പറയാണ് പ്രതികൾ 4-5, എൻ്റെ മനസ്സിൽ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല, 4-5 ദിവസം മുമ്പേ കല്ലേറിലും മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണതിലും പരിക്ക് പറ്റിയതിൽ. ആ തെളിവ് അഡ്മിഷനായി വരുന്നു, സമ്മതിക്കുന്നവരെ അഡ്മിഷനായി വരുന്നു. ഇതും പോരാഞ്ഞിട്ട് അതെ, അത് പോലീസ്, അതിനാണല്ലോ അമ്മണി കേസ്. അതായത് ഇത് നിങ്ങൾ ചോദിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ സമയത്ത് സമ്മതിക്കുന്നത് കൺഫെഷനാണോ? നല്ല അഡ്മിഷനാണ്. അഡ്മിഷൻ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ കൺഫെഷനും വ്യത്യാസമുണ്ട്. ഞാൻ എല്ലാം പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ അഡ്മിഷൻ തെളിവിൽ സ്വീകരിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിൻ്റെയും അമ്മിണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധിപ്പകർപ്പും അനേകം വിധിപ്പകർപ്പുകളും ഹാജരാക്കി കൊടുക്കും. ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ട പ്രോസിക്യൂഷൻ? ഇത്രയും കേട്ടതിൽ നിന്നും സാധാരണ ഒരു പ്രൂഡന്റ്, അതായത് ഒരു വ്യക്തിക്ക് ഇത് ഈ 3 സംഭവങ്ങളും തെളിയിക്കപ്പെട്ടില്ല എന്നുള്ള കൺക്ലൂഷനിലാണോ എത്താൻ പറ്റുക? അതോ തെളിയിച്ചു എന്നുള്ള കൺക്ലൂഷനിലാണോ? ഞാൻ കേട്ടു മുസ്ലിം ലീഗിൻ്റെ, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. എന്നാലും
പറഞ്ഞേ പറ്റൂ. കാരണം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത ആസഫ് അലിയുടെയും ഫിറോസിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ്, ഫിറോസ് ചോദിക്കുകയാണ്, അതായത് ഹെൽമെറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുമോ? എനിക്കറിയില്ല ഇത് ഫിറോസിന് മനസ്സിലായിട്ടുണ്ടോ. പലതരത്തിലുള്ള ഹെൽമെറ്റും ഉണ്ട്. തലയിൽ മാത്രം ഇങ്ങനെ വെക്കുന്ന ഹെൽമെറ്റുണ്ട്, മുഴുവൻ മൂടിയിട്ടുള്ള ഹെൽമെറ്റ് ഉണ്ട്. ഇത് ചോദിക്കേണ്ടത് ഫിറോസ് അല്ല, ഇത് ചോദിക്കേണ്ടത് സാക്ഷികളോട് പ്രതിഭാഗം വക്കീലായിരുന്നു. അത് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാലത്തോളം അത് ഹെൽമെറ്റ് മുഴുവൻ മൂടിയതായിരിക്കും, അല്ലെങ്കിൽ മുഴുവൻ കംപ്ലീറ്റ് തല മറച്ചതായിരിക്കും എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ? അതായത് ശരിക്കും പറയുകയാണെങ്കിൽ കേട്ടിട്ട് അതായത് പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ച് അടങ്ങി എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇനിയും അങ്ങോട്ട് ഞാൻ ഒന്നും പത്രസമ്മേളനത്തിനൊന്നും എന്തായാലും പോവില്ല. കാരണം ഞാനിത് പറയാൻ കാരണം കാസർഗോഡ് പാവപ്പെട്ട ആ ജനങ്ങൾ അവരും ഇത് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലും ഒരു ചിന്താഗതി വരും. അതായത് ഈ ഹെൽമെറ്റ് ഇട്ട് വന്ന ആളെ നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ, ഹെൽമെറ്റ് ഇട്ട് വരുന്ന ആരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? ആ ഹെൽമെറ്റിൻ്റെ മോഡ്, മെത്തേഡ്, ഏത് ടൈപ്പ് ഹെൽമെറ്റ് എന്നൊക്കെ എതിർഭാഗം ക്രോസ് ചെയ്യാത്ത കാലത്തോളം ഇപ്പോൾ ഫിറോസ് വന്ന് കമൻറ്റ് പറയാണ് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന്. എന്താ പറയേണ്ടതിന്? അടുത്ത കാര്യം, RSS ആണെന്ന് തെളിയിക്കാൻ ഫിറോസ് 2 പേരുടെ പേര് പറഞ്ഞിട്ട് എനിക്കറിയില്ല അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഫിറോസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള, ദയവ് ചെയ്ത് ജഡ്ജ്മെൻറ്റോ നോട്ട്സോ വായിക്കാതെ വിവരക്കേട് വിളിച്ച് പറയരുത്. അതുൽ എന്ന് പറയുന്ന വേറൊരാൾ ഞാനറിയില്ല, ഞാനങ്ങനെ സാക്ഷിയെ വിസ്തരിച്ചിട്ടില്ല. RSSൻ്റെ ബന്ധം തെളിയിക്കാൻ 4 സാക്ഷികളുടെ 161 സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എടുത്തിരുന്നു. അവരുടെ പേര് 81, 82, 83, 84 അവരുടെ പേരും ഞാൻ പറയാം. 4 സാക്ഷികൾ. ആ 4 സാക്ഷികൾ വളരെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള RSSൻ്റെ ശാഖയിൽ പോകുന്ന ആളുകൾ ആയതുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമായി മാറുമെന്ന് കരുതിയത് കൊണ്ട് അവരെ എന്ത് ചെയ്തില്ല, അതായത് പോലീസ് അവരെ സാക്ഷി പട്ടികയിൽ കൊണ്ടുവന്നില്ല. നിങ്ങളിത് പറയണം, റിപ്പോർട്ട് ചെയ്യണം. അവരുടെ പേരും നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അജിത് കുമാർ. അതെ, 1 81 സാക്ഷി അജിത് കുമാർ, 2 82 സാക്ഷി അമർ, 3 83 സാക്ഷി സന്തോഷ് നാരായണൻ, 4 84 സാക്ഷി പവൻ കുമാർ. അല്ലാതെ ഫിറോസ് പറയുന്ന പോലെ ഏതോ ഒരു അതുലും ഒരാളുടെ പേരും പറഞ്ഞു. അങ്ങനെ ഒരാളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ വിസ്തരിച്ചിട്ടില്ല. അദ്ദേഹം വേറെ ഏതെങ്കിലും കേസിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. അത് റിയാസ് മൗലവിയിൽ മിക്സ് അങ്ങനെ സൈറ്റ് ചെയ്തിട്ടില്ല. അതായത് ആരെങ്കിലും കൊടുക്കുന്ന നോട്ട്സ് നോക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറയാം. അതെ, മിനിമം മെമ്മോ ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ സാക്ഷി പട്ടികയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സാക്ഷികളെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സാക്ഷികളെ പോലീസ് അതായത് ബോണഫൈഡി ഉത്തമ വിശ്വാസത്തോടെ പ്രതികൾക്ക് അനുകൂലമാകും എന്ന് കരുതി അവരെ ഒഴിവാക്കി സാക്ഷി പട്ടികയിൽ കൊണ്ടുവന്നില്ല. പക്ഷേ അവരെ ചോദ്യം ചെയ്ത 161 സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉണ്ടായിരുന്നു? കേസ് ഡയറിയിൽ ഉണ്ടായിരുന്നു. ഈ 161 സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കോടതിയിൽ കൊടുത്തിട്ട്, ഡിഫൻസ് ലോയർക്കും കൊടുത്തിട്ട്, ഈ സാക്ഷികളെ ഞാൻ അഡീഷണൽ സാക്ഷികളാക്കി കൊണ്ടുവന്നു. ഈ 81, 82, 83, 84 അല്ലാതെ ഫിറോസ് പറഞ്ഞ സാക്ഷികളൊന്നല്ല. പിന്നെ ചോദിക്കുകയാണ്, ഫിറോസ് ഒരു ചോദ്യം ചോദിച്ചു, മൂക്കിൻ തുമ്പത്തുള്ളവരെ RSSകാരെയാണോ? പിന്നെ ആരെയും വിസ്തരിക്കുക? പ്രതികളുടെ കൂടെ ശാഖയിൽ പോകുന്ന ആളുകളല്ലേ നാളെ ഹോസ്റ്റലാവുമെന്ന് ചോദിച്ചാൽ അവർ വിസ്തരിക്കാതിരിക്കാൻ പറ്റുമോ? ഫിറോസ് പറയുന്ന പോലെ അദ്ദേഹം വന്ന് ഇവിടെ സാക്ഷി പറയുമോ? വേറെ സാക്ഷികളെ അത്ര എളുപ്പം കിട്ടുന്ന സ്ഥലമാണോ നമ്മളെ കാസർഗോഡ്? എളുപ്പത്തിൽ കിട്ടുന്ന സ്ഥലമാണോ? ആരോടെങ്കിലും നിങ്ങൾ ഈ പ്രതികൾ ശാഖയിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് സാക്ഷി പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമോ? പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഫിറോസ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ വളച്ചൊടിച്ച് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുമ്പം ഒരു മിനിമം സെൻസ് വേണം. ഈ സാഹചര്യത്തിലാണ് RSSകാരാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, RSSകാരാണെന്ന് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കേസ് വാനിഷ് ചെയ്ത് പോവോ? ഒരു കേസ് അങ്ങോട്ട് ഒലിച്ചു പോവോ? RSSകാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയില്ലെങ്കിൽ? കുറ്റപത്രത്തിൻ്റെ ആദ്യത്തെ വാചകം നിങ്ങൾ വായിച്ചു നോക്കണം.
കുറ്റപത്രത്തിൻ്റെ ആദ്യത്തെ പ്രതികൾ ഹിന്ദുക്കളായതുകൊണ്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വിരോധം കൊണ്ടും, ഇതാണ് കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാം പ്രതി അർദ്ധരാത്രി 12 മണിക്ക് ചൂരിപ്പള്ളിയിലെത്തിയത് ചായ കുടിക്കാനാണോ? അതിൽ നിന്ന് തന്നെ വിരോധം വ്യക്തമല്ലേ? 2ഉം 3ഉം പ്രതികളുടെ ടവർ ലൊക്കേഷൻ, ടവർ ഡം, പള്ളിക്കുള്ളിൽ, ഖത്തീബ് നിൽക്കുന്ന പള്ളിക്കുള്ളിൽ വന്നത് അവരെന്താ അവിടെ ഭക്ഷണം കഴിക്കാനോ പ്രാർത്ഥിക്കാനോ വന്നതാണോ? 2ആം പ്രതി കൊടുത്ത മുണ്ടിൻ്റെ കളർ എന്തായിരുന്നു? സാഫ്രോൺ കളറിട്ട ഒരാളെ നീല ഷർട്ടുമിട്ട് നിൽക്കുമ്പോൾ വാതിൽ തുറന്ന ഖത്തീബിന് തിരിച്ചറിയാൻ പറ്റില്ലേ? എന്നേക്കാളും നിങ്ങൾക്കറിയുന്നതാണ് ചൂരിപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം ഗേറ്റ് അടയ്ക്കാതെ പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കുക, അതായത് വിദേശത്തു നിന്നൊക്കെ പോകുന്ന ആളുകൾ അവിടെ വന്ന് അല്ലേ പ്രാർത്ഥിച്ച് പോവും. അതുകൊണ്ടാണ് ലൈറ്റൊക്കെ ഇട്ട് വെക്കണത്. ഇത് സാധാരണ കോമൺ സെൻസ് അല്ലേ? എന്നിട്ട് പറയുകയാണത്രേ, ആ നീല കളർ ഷർട്ടിൻ്റെ ഇടയ്ക്കൊരു ലൈനുണ്ട്, അത് ഖത്തീബ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, ഞാൻ കൂടുതൽ അതിലേക്ക് വരുന്നില്ല. ഒന്നാം പ്രതി പള്ളിയുടെ ഉള്ളിൽ കയറി എന്ന് തെളിയിക്കാൻ നിങ്ങളെല്ലാം വിട്ടേക്ക്. ഖത്തീബിനെ അവിശ്വസിച്ചോ? ഹമീദിനെ അവിശ്വസിച്ചോ? ശാസ്ത്രീയ തെളിവുകൾ DNA ഉണ്ടെങ്കിൽ ആ DNA തെളിവുകൾ കോൺക്രീറ്റ് തെളിവുകളാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ കാലത്തോളം പ്രതികൾ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ അല്ലേ, RSSകാരനെന്ന് തെളിയിക്കാൻ പരാജയപ്പെട്ടാൽ ആ കേസ് വെറുതെ വിടണോ? അതാണ് സൊസൈറ്റി കൊടുക്കേണ്ട മെസ്സേജ്. ഇതുപോലെ ഈ കേസിൽ 1ഉം 2ഉം 3ഉം പ്രതികൾ കൃത്യത്തിന് ശേഷവും കൃത്യത്തിന് മുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് കോൾ അടിക്കുന്നതും അലേർട്ടാവുന്നതും കൃത്യം കഴിഞ്ഞു എന്നുള്ള സൂചനകൾ കൊടുക്കുന്നതും. ഒരു കാര്യം കൂടി പറയാം, അതായത് എല്ലാ പ്രതികളുടെയും മൊബൈൽ ഫോൺ ബന്ധുവസിലെടുത്തിട്ട് അത് ഫോറൻസിക്കിന് അയച്ചിട്ട് അവിടുന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ട് ഞാൻ ഷുക്കൂർ സാറിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഞാൻ നോക്കുമ്പോൾ ആ റിപ്പോർട്ട് ആകെ ഒരു പേജിലുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഫോണുകളും പരിശോധിച്ചു, പക്ഷേ കണ്ടൻസ് ഒക്കെ എവിടെയാക്കിയിട്ടുണ്ട്? DVD-യിലാക്കിയിട്ടുണ്ട്. DVD-യിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ SR സുരേഷ് എന്ന് പറയുന്ന സാക്ഷിയെ 86ാം സാക്ഷിയായി അഡീഷണൽ സാക്ഷിയായിട്ട് കൊണ്ടുവന്നു. കോടതിയിൽ ഈ CD പ്ലേ ചെയ്യിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി CD പ്ലേ ചെയ്തു. 1ഉം 2ഉം 3ഉം പ്രതികൾ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധവും 19-ാം തീയതി 2ആം പ്രതി വീണ് പരിക്ക് പറ്റിയ വൂൺ സർട്ടിഫിക്കറ്റിൽ കണ്ട പരിക്കുകളും മാർക്ക് ചെയ്തു. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇത് അനേകം പ്രാവശ്യം ആർഗ്യുമെൻ്റ് നോട്ട്സിലും വാദം പറഞ്ഞിട്ടും അതിൽ കണ്ടത്, ജഡ്ജ്മെൻറ്റിൽ കണ്ടത് ഈ പരിക്കുകൾ 17-ാം തീയതി പറ്റിയതാണെങ്കിലോ എന്ന്. 18-ാം തീയതി അയാൾക്ക് പരിക്കുണ്ടായിരുന്നില്ല എന്നുള്ള ഫോട്ടോസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 18-ാം തീയതി പരിക്കുകളില്ലെങ്കിൽ 19-ാം തീയതി പരിക്കുകൾ കണ്ടാൽ എന്താ അതിൻ്റെ അർത്ഥം? ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ SR സുരേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ 5 ദിവസം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗസ്റ്റ് ഹൗസിൽ റൂം കിട്ടാത്തത് കൊണ്ട്, ഇവിടെ ഏതായിരുന്നു റൂം? നമ്മൾ സിറ്റി ടവറിൽ റൂം എടുത്തുകൊണ്ട് ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ മടുത്തിട്ട് എന്നോട് 3ാമത്തെ ദിവസം ചോദിച്ചു, സാർ ഇനി എത്ര ദിവസം എടുക്കും? ഞാൻ പറഞ്ഞു, സുരേഷ് സാർ ഒന്നും വിചാരിക്കരുത്, എല്ലാ കണ്ടൻസും നമ്മൾ കൊണ്ടുവന്നേ പറ്റൂന്ന്. 86-ാം, നിങ്ങൾക്ക് എഴുതി വെക്കാം, 86-ാം സാക്ഷി. അത് അഡീഷണൽ സാക്ഷിയായിട്ട് പ്രോസിക്യൂഷൻ തന്നെ കൊണ്ടുവന്ന സാക്ഷി. ഇത്ര അനേകം അഡീഷണൽ സാക്ഷികളെ കൊണ്ടുവന്നു, അത്രയ്ക്കും തെളിവുകൾ നിരത്തി. എന്നിട്ടാണ് പറയുന്നത് പ്രോസിക്യൂഷനും വീഴ്ച, പോലീസിനും വീഴ്ച, കാരണം ജഡ്ജി വെറുതെ വിട്ടു. ആർക്കാണ് വീഴ്ച എന്ന് പറയാനുള്ള ധൈര്യം രാഷ്ട്രീയക്കാർ കാണിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ വികാരഭരിതനായി സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഏറ്റ പ്രഹരത്തിൻ്റെ വേദനയാവാം, ശീലിച്ചോളും ഒരുപക്ഷെ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയക്കാരനായി കോളേജിൽ നിന്നുള്ള ശീലം മാത്രമേ എനിക്കുള്ളൂ. വക്കീൽ പണി തുടങ്ങിയപ്പം ഞാൻ രാഷ്ട്രീയം കളഞ്ഞതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, റിയാസ് മൗലവി എന്ന് മാത്രമല്ല,
എൻ്റെ കയ്യിലുള്ള ഇപ്പം അട്ടപ്പാടി മധു കേസിൽ ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ എൻ്റെ സീനിയറിൻ്റെ കൂടെ ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മദനിൻ്റെ കേസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്, എറണാകുളത്തുള്ള അനേകം കേസുകളിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഷാഹിദ ഇരട്ട കൊലപാതക കേസിൽ പ്രോസിക്യൂട്ടർ ഞാനാണ്, പേരാമ്പ്ര ബാലൻ ശാന്ത കൊലപാതക കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഞാനാണ്. വളരെ ചെറുപ്പത്തിലെ അനേകം കേസുകൾ നടത്തുന്ന അന്നും ഇന്നും ഒരു കേസിൽ അവസാന നിമിഷം വരെ ചെന്നിട്ട് രേഖകൾ കണ്ടെത്തി റൂളിംഗ്, അതായത് ഞാൻ പറയാം ഒരു കാര്യം, ഞാൻ ആലൂരോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ വിധി, അതായത് എൻ്റെ അവസാനത്തെ വാദത്തിൻ്റെ തലേ ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 4/1 ജസ്റ്റിസ് ഖന്നയുടെ ഒരു പുതിയ റൂളിംഗ് വന്നതുകൊണ്ട് അത് ഞാൻ സുപ്രീം കോടതിയിൽ ഒരു വക്കീലിനെ വിളിച്ചിട്ട് അറിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് അയച്ചിട്ട് അതടക്കം ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അത്രയ്ക്കും പിന്നാലെ പോയി ഫോളോ അപ്പ് ചെയ്ത് അത്രയും ഡോക്യുമെൻറ്റ്സ്, അത്രയും തെളിവുകൾ, 124 വിധി പകർപ്പുകൾ ഒക്കെ കോടതി മുമ്പാകെ ഹാജരാക്കി. എന്നിട്ടും പറയാണ്, വി ഡി സതീശനെ പോലെ ഞാൻ ബഹുമാനിക്കുന്നൊരു നേതാവാണ് അദ്ദേഹം, ഫിറോസിനെ പോലെ എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, ആസഫ് അലി, എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടായിരുന്നു. ആ ബഹുമാനം മുഴുവൻ കളഞ്ഞൊരു കാരണം പറയാം. ആസഫ് അലി വിളിച്ചു പറയുന്ന മാധ്യമങ്ങളോട് തിരിച്ചറിയൽ പരേഡ് പോലും നടത്താത്തൊരു കേസാണിത്. എന്ത് വിവരക്കേടാണ് ഇയാൾ പറയേണ്ടത്? ആസഫ് അലിക്ക് എന്താ അത്തും പുത്തുവായോ? 89 സാക്ഷി അൽഫ മമ്മായി, അവർ ഹോസ്റ്റൽ മജിസ്ട്രേറ്റ് ആണ്. നോക്കൂ, 82 നോക്കൂ, നിങ്ങൾക്ക് വേണം ഫോട്ടോ എടുക്കണം ഫോട്ടോ. നിങ്ങൾ 89 സാക്ഷി അൽഫ മമ്മായി, എവിടെ നിന്ന് കിട്ടി ആസഫ് അലിക്ക് TI പരേഡ് നടത്തിയിട്ടില്ല എന്ന്? രാഷ്ട്രീയം പറയുമ്പോൾ എന്ത് തമ്മാടുത്തവും പറയാമെന്നാണോ? അങ്ങനെയല്ല, പോയിന്റാണ് ആളൂർ, ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. ഇത് പോയിന്റ് അല്ലേ? നിങ്ങൾക്ക് പരിശോധിക്കാം അസീം, കോടതിയിൽ പോയി നോക്കുക. 81, 82, 83, 84 RSSകാരാണെന്നും ശാഖയിൽ പോകാറുണ്ടായിരുന്നു എന്നും ഞാൻ പറയുന്ന പോലീസിന് കൊടുത്ത മൊഴിയാട്ടോ, പോലീസിന് കൊടുത്ത മൊഴി മാത്രമല്ല, കൃത്യത്തിന് ശേഷം പ്രതികൾ അവരോട് കൃത്യം ചെയ്തത് സമ്മതിച്ചു എന്ന് പറയുന്നു. ആ 161 സ്റ്റേറ്റ്മെന്റ് ഞാനാണ് കോടതിയിൽ ഹാജരാക്കിയത്. ആ വായിച്ചിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ മനസ്സിലായി നിങ്ങൾ ചോദിച്ച ചോദ്യം. അതെ ശരി, കുറ്റപത്രം വക്കീൽ വായിച്ചിട്ടുണ്ടോന്നോ ചോദിച്ചത്? കുറ്റപത്രം വക്കീൽ വായിക്കാത്തൊരു കേസ് തുടങ്ങും ആളൂർ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരം ചോദ്യം ചോദിക്കുന്നില്ല, എന്താ അർത്ഥമുള്ളത്? കുറ്റപത്രം നിങ്ങൾക്ക് വേണം വായിക്കാതാ. കുറ്റപത്രം ഞാനൊരു കേസ് തുടങ്ങുമല്ല, ഏത് വക്കീലും ഒരു കേസ് തുടങ്ങുമ്പം കുറ്റപത്രം തന്നെയാണ് തുടങ്ങുക. അല്ല അങ്ങനല്ല, ഒരു മിനിറ്റ്, ആലൂർ ചോദിച്ചല്ലേ, ആലൂർ എൻ്റെ സുഹൃത്തും കൂടിയാണ്, ചോദിക്കട്ടെ, അപ്പോൾ എനിക്ക് ആ ഉത്തരം പറയണല്ലോ. പറ, കുറ്റപത്രം. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇൻഡയറക്ട്ലി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഒന്ന് ഞാൻ പറഞ്ഞു, റിയാസ് ബാലുയുടെ മൊബൈൽ ഫോൺ അതൊരു കുട്ടിക്കളിയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ, അതുകൊണ്ടൊരു കേസ് തള്ളിക്കളയാൻ പറ്റുമോ? റിയാസ് ബാലു, ഒരു മിനിറ്റ് പ്ലീസ്, ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. റിയാസ് ബാലുയുടെ റൂമിൽ ഒരു ഷർട്ട് ഉണ്ട്, അത് തുന്നിച്ച തുന്നക്കാരനെ തേടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു കേസ് വെറുതെ വിടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, പ്രതിഭാഗം ഉന്നയിക്കാത്ത കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ് കേസ് കാണേണ്ടത് ജഡ്ജിൻ്റെ ലെൻസിലൂടെയല്ല, പ്രൂഡന്റ് മാൻ, സാധാരണക്കാരൻ്റെ ലെൻസിലൂടെയാണ്. കുറ്റപത്രത്തിൽ എവിടെയാണത്? കുറ്റപത്രത്തിൽ എന്താ കുഴപ്പം? ഈ കുറ്റപത്രത്തിൽ ആദ്യത്തെ കുറ്റപത്രത്തിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ കുറ്റപത്രം തയ്യാറാക്കണമെന്ന് ഞാൻ തന്നെയാണ് കോടതിയോട് അപേക്ഷിച്ചത്, ഞാൻ തന്നെയാണ് കൊടുത്തതും. 81 സാക്ഷി അജിത് കുമാർ അല്ല, SI അല്ല, അജിത് കുമാർ. അജിത് കുമാറിന്റെ വിസ്താരത്തിൽ 2ാമത്തെ പേജിൽ അജേഷിനെയും നിതിനെയും അഖിലിനെയും എനിക്ക് പരിചയമുണ്ട്, അവർ RSS പ്രവർത്തകരാണ്. ഇതേതാ ഇത് വായിച്ചത്? നിങ്ങളെ പേരെന്താ? അല്ല അങ്ങനെ പറയാം പ്ലീസ്, ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയല്ല പ്ലീസ്, അല്ല ഞാൻ എൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഫ്രണ്ട്ലി ചോദിക്കുകയാണ്. നിങ്ങളെ പേരെന്താ? ഫ്രണ്ട്ലി ചോദിച്ചതാണ്. ഷൈബിൻ. ഇത് കോടതിയിലെ മൊഴിയാ, നിങ്ങൾക്ക് വായിക്കാം. പിന്നെ അല്ല, അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. അത് മാത്രം ജഡ്ജ്മെന്റ് എടുത്തെഴുതിയല്ലേ നിങ്ങൾ വായിച്ചത്? അതെപ്പോ വന്നതാ?
ഇയാളെ പിന്നീട് ഹോസ്റ്റലായി ഡിക്ലെയർ ചെയ്തു കൂറുമാറിയ സാക്ഷിയായിട്ട്. കൂറുമാറിയ സാക്ഷിയോട് എതിർഭാഗം വക്കീൽ ചോദിക്കുന്നു അജേഷ് CPM കാരനാണെന്ന്. അത് മനഃപൂർവ്വം കളവ് പറയുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഇത് നിങ്ങൾ ജഡ്ജ്മെൻ്റ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നോക്കിക്കോളൂ, ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം. അത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഒരാൾ ആരുടെ ഒന്നാം പ്രതിയുടെ ഫിംഗർ പ്രിന്റ് കിട്ടണമെങ്കിൽ ഒന്നാം പ്രതി എവിടെയെങ്കിലും ടച്ച് ചെയ്യണ്ടേ? കത്തിയോടെ ടച്ച് ചെയ്തത് ശരീരത്തിലല്ലേ? കത്തിയാ ഞാൻ പറയട്ടെ, കത്തിയുടെ പിടി കത്തി റിക്കവർ ചെയ്ത പിന്നീടല്ലേ? ഞാനൊന്ന് പറയട്ടെ. ഒന്നാം പ്രതിയുടെ റൂമിൽ നിന്നും DNA എടുത്തിട്ടില്ല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഉണ്ട്. DNA പരിശോധിച്ചു. DNA റിപ്പോർട്ട് ഞാനാണ് വിളിച്ചു വരുത്തിയത് കോടതിയിൽ. പറയട്ടെ, എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഷിബിൻ, അതായത് എവിടെയും തൊടാതെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറിയ, കത്തിയുമായി അതിക്രമിച്ച് കയറിയ ഒരാൾ എവിടെയെങ്കിലും പിടിക്കാതെ എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് കിട്ടുക? അതുപോലെ ഈ റഫ് പ്രതലത്തുന്ന ഫിംഗർ പ്രിന്റ് കിട്ടുമോ? ഫിംഗർ പ്രിന്റ് പരിശോധിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്നാൽ ആരെങ്കിലും കിട്ടണ്ടേ? ഇനി ഇവരല്ല വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആ ഫിംഗർ പ്രിന്റ് കിട്ടണ്ടേ? അപ്പം നിങ്ങൾ പറയുന്ന ഫിംഗർ പ്രിന്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഔട്ട് ടാങ്കിൻ്റെ അവിടുത്തെ ടച്ച് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ വാതിലിൽ കൈവെക്കണം. അത്തരം ആര് പറഞ്ഞു? നേരെ കയറി വരികയായിരുന്നു. കഥക് തുറന്ന് കിടക്കുകയായിരുന്ന പ്രസ്യൂംഡ് ഫാക്ട്. അല്ലാതെ പിന്നെന്താ സാഹചര്യ തെളിവ്? ഞാനവിടെ ഇല്ല ഷിബിൻ. സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് പറയാവുന്നത് ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ നിന്നും ഇത്രയും DNA കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറയേണ്ട 2 പേരെ ഈ ലോകത്തുള്ളൂ. ഒന്ന് റിയാസ് മൗലവി, ഒന്ന് ഒന്നാം പ്രതി. അതൊന്നും റിയാസ് മൗലവി പറയാൻ ബാക്കിയില്ല. അത് പറയേണ്ടത് ഒന്നാം പ്രതിയാണ്. അതെ. അങ്ങനെ ഒരു ചാർജ് ഇല്ലാത്തതിൻ്റെലേക്ക് പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കാൻ നിയമം അനുവദിക്കില്ല. അതായത് ആശയം 51 മുതൽ 55 വരെ സാക്ഷികൾ, CW 51 to 55, PW അല്ല കേട്ടോ. ആ സാക്ഷികൾ ഓരോരുത്തരും പറയുന്നത് ഓഗസ്റ്റ് മാസം ഞങ്ങളുടെ വീടിൻ്റെ കല്ലേറ് വന്നിരുന്നു. ആരാ എറിഞ്ഞേ ഞങ്ങൾക്കറിയില്ല, ഏത് പ്രദേശത്തുകാരാണെന്ന് അറിയില്ല, ഞങ്ങളുടെ വീടിൻ്റെ ഓട് പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ സാക്ഷികളെ ഈ കേസുമായിട്ട് എന്തിനാ സാക്ഷികളെ കൊണ്ടുവരണം? പോലീസ് സൈറ്റ് ചെയ്ത എല്ലാ സാക്ഷികളെയും അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നറിയില്ല. അതായത് 100 സാക്ഷികളെ പോലീസ് നിരത്തിയതിൽ 25ഓളം സാക്ഷികളെ ഞാൻ തന്നെ കൊണ്ടുവന്നതിൽ, പോലീസ് നിർത്തിയതിൽ അനാവശ്യ സാക്ഷികൾ നിങ്ങൾക്ക് എടുത്തു നോക്കാം. അനാവശ്യ സാക്ഷികളാണ് ഒഴിവാക്കിയത്. അല്ലാണ്ട് VD സതീശൻ ഏതോ ആൾക്കാർ എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് പറയുക ഇത്ര സാക്ഷികൾ ഒഴിവാക്കി എന്ന് പറയുന്നത് കളവാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ അവസരം, കാരണം കുഞ്ഞിയുണ്ട്, ഇവർക്കൊക്കെ പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം, എവിടെയാണ് വിധിപ്പകർപ്പിൽ അതല്ല വരുന്നത്. എവിടെയാണ് വിധിപ്പകർപ്പിൽ നിലവാരമില്ലാത്ത കേസെന്നോ പ്രോസിക്യൂഷൻ്റെ പാളിച്ചയെന്നോ പറയുന്നത്? എവിടെ? ഒന്ന് കാണിച്ചു തരുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒരു മിനിറ്റ്. വൺ സൈഡഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവാരമില്ലാത്ത എന്നല്ല. ഇല്ല, ഞാൻ പറയട്ടെ സജീഷ്, പറയട്ടെ ഞാൻ അത് വ്യാഖ്യാനിക്കുകയാണ്. നിലവാരമില്ലാത്ത അന്വേഷണം. ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിലവാരമില്ലാത്ത അന്വേഷണം കൊണ്ട് ഒരു കേസ് വെറുതെ വിടാൻ പാടില്ല എന്ന അനേകം സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധികളുമില്ലേ? ഒരു മൊബൈൽ ഫോൺ എടുത്തില്ല, ഫോറൻസിക്കിന് അയച്ചില്ല എന്നുള്ളത് കൊണ്ട് നിലവാരമില്ലാത്ത അന്വേഷണമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 2, പ്രോസിക്യൂഷൻ്റെ വീഴ്ച എന്നെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? VD സതീശനും മറ്റുള്ളവരും ആവർത്തിച്ച് പറയുന്ന ആ കാര്യം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ പേടിച്ചിട്ട് തന്നെ ഈ ജഡ്ജ്മെൻറ്റ് വീണ്ടും ഇന്നലെ രാത്രി ഒരു ഉറങ്ങാതെ വീണ്ടും വായിച്ചു. ഞാൻ എവിടെയും കാണാം. ഹാരിസിനെ ഞാൻ ഡെയിലി വിളിച്ച് സംസാരിക്കുന്ന ആളാണ്. എന്തോ മറന്നാലും ഹാരിസ് ഞങ്ങളുടെ കൂടെ കേസിന് എന്നും ജീവിച്ച ഒരാളാണ്. ഓരോ ഡിപ്പോസിഷനും ഹാരിസ് അന്നന്ന് ഇവിടുന്ന് കോഴിക്കോട് ട്രെയിന് കയറി ഓഫീസിൽ കൊണ്ടുതരുന്ന ആളാണ്. ഹാരിസ് എൻ്റെ കൂടുതലുള്ള ആൾ തന്നെയാണ്, കൂടുതലുള്ള. ഇനി ഹൈക്കോടതിയിൽ ഞാനിവിടെ ഈ കേസിന് എന്നെ ഹൈക്കോടതിയിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഹാരിസ് ഉണ്ടാവും. ആർക്കും സംശയം വേണ്ട. കാരണം എന്താ അറിയോ, അതായത് രാഷ്ട്രീയത്തിനുപരിയാണ് റിയാസ് മൗലവി കേസ്. റിയാസ് മൗലവി കേസിൽ ആരും രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കണ്ട, ആരും. കാരണം അത്
എന്താ പറയുക, അത് നമ്മൾ പൊതുജനങ്ങളോട് ചെയ്യുന്ന കുറ്റമാണ്. ആ കുടുംബത്തിൽ എന്താ പറയുക, സൈദ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്, ഒരു പാവം, ഒരു കൈക്കുഞ്ഞുണ്ട്, ഒരു ചെറിയ മോളുണ്ട്. അവരോട് ചെയ്യുന്ന അപരാധ, അതായത് വേണ്ടാത്ത കള്ളപ്രചരണങ്ങൾ അതാര് നടത്തിയാലും ശരി, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ മീറ്റിംഗ് അല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് രാഷ്ട്രീയമില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ മതവും രാഷ്ട്രീയവും നിങ്ങൾ തന്നെയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്.